ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഗണപതി ഭഗവാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മുംബൈ നഗരത്തെ അടക്കി ഭരിക്കുവാൻ വേണ്ടി. അതെ, സെപ്റ്റംബർ 7 തൊട്ട് ഇവിടെ ഗണേശോത്സവം ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഗണപതി വിഗ്രഹങ്ങളും ഗണപതി ബിംബങ്ങളുമാണ് ഈ കാണുന്നത്. നിങ്ങൾ എത്ര മനോഹരമായാണ് ഇവർ ഈ ഗണപതി വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും ഒരുക്കുന്നതെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആശ്ചര്യം തോന്നും. അതേപോലെ ഇവിടുത്തെ വിവിധ വർണ്ണങ്ങളിലും വിവിധ രൂപങ്ങളിലുമാണ് ഗണപതി വിഗ്രഹങ്ങളെ ഒരുക്കുന്നത്. ഞാൻ ഇവിടെ തിലക് നഗറിൽ തൊട്ടടുത്തുള്ള ഒരു ഗണപതിയെ ഇതേപോലെ ഉണ്ടാക്കുന്ന ഒരു പണിപ്പുരയിൽ ചെന്ന് കണ്ടതാണ് കേട്ടോ. അവിടെ നിന്ന് എടുത്ത വീഡിയോസ് ആണ്. എത്ര മനോഹരമായാണ് ഈ കലാകാരന്മാർ ഈ ഗണപതി വിഗ്രഹങ്ങളും ബിംബങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആശ്ചര്യം തന്നെ തോന്നി. പല രൂപങ്ങളിലും പല ഭാവങ്ങളിലുമുള്ള ഗണപതികൾ, നമ്മൾ തന്നെ മനസ്സിൽ വിചാരിക്കാത്ത പല ഭാവങ്ങൾ. കൃഷ്ണന്റെ വൃന്ദാവനത്തിലെ ഗണപതി, സുബ്രഹ്മണ്യനെ അനുസ്മരിപ്പിക്കുന്ന ഗണപതി, ബാജിറാവു മസ്താനിയെ, ശിവാജി മഹാരാജാവിനെ അനുസ്മരിപ്പിക്കുന്ന ഗണപതി, അങ്ങനെ പല രീതിയിൽ പല മനോഹരമായ രൂപങ്ങളിലുമാണ് ഈ ഗണപതികളെ അലങ്കരിച്ചും ഒരുക്കിയും വെച്ചിരിക്കുന്നത്. ഈ ഗണപതികളെ കാണുമ്പോൾ തന്നെ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടം തോന്നും. ആ രീതിയിലാണ് ഇവർ ഗണപതി വിഗ്രഹങ്ങൾ ഒരുക്കുകയും ഗണപതി വിഗ്രഹങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ മുംബൈയിൽ വരുവാണെങ്കിൽ ഇങ്ങനെയുള്ള പണിപ്പുരകളിൽ ഒന്ന് പോയി സന്ദർശിക്കുക തന്നെ വേണം. ഇവിടുത്തെ ഒരു വലിയ പ്രധാന ഉത്സവം തന്നെയാണ് ഈ ഗണേശോത്സവം എന്നാണ്. ഈ ഗണേശോത്സവം വന്ന് കാണുക തന്നെ വേണം. ചിങ്ങമാസത്തിലെ ചതുർത്ഥി, വിനായക ചതുർത്ഥി തൊട്ട് തുടങ്ങി 10 ദിവസമാണ് ഇവിടെ ഗണപതിയെ വെച്ച് ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എല്ലാ വീടുകളിലും ഓരോ മണ്ഡലങ്ങളും ഒക്കെ തുടങ്ങി അങ്ങനെ പല സൊസൈറ്റികളും എല്ലാം ചേർന്നിട്ടാണ് ഗണപതി ആഘോഷം തന്നെ നടത്തുന്നത്. പിന്നെ ഒരു കാര്യം, ഈ ഗണപതി ഉണ്ടാക്കുന്നതെല്ലാം പ്ലാസ്റ്റർ ഓഫ് പാരീസിലല്ല കേട്ടോ. ഇവിടെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഉണ്ടാക്കുന്ന ഗണപതി വിഗ്രഹങ്ങൾക്ക് വിലക്കുണ്ട്. അപ്പൊ അത് കാരണം ഇപ്പൊ മണ്ണിലോ അല്ലെങ്കിൽ പേപ്പർ അരച്ച് കുഴച്ചാണ് ഇവര് ഗണപതി വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇപ്പോൾ ഉള്ള ഗണപതി വിഗ്രഹങ്ങളും ഉണ്ടാക്കുന്നത്. ഈ ഗണപതികളെ കണ്ടപ്പോൾ എനിക്കും വാങ്ങിക്കൊണ്ട് പോകാൻ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ആലോചിക്കുന്നുണ്ട്, നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഞാനും ഒരു ഗണപതിയെ വാങ്ങുന്നതാണ് വീട്ടിലേക്ക് വേണ്ടി. വളരെ മനോഹരമായി തന്നെയാണ് ഈ ഗണപതി ആഘോഷവും ഗണപതി വിഗ്രഹങ്ങളും എല്ലാം ഒരുക്കുന്നത്. കണ്ട് എത്ര ഭക്തിയോടെയും എത്ര ആരാധനയോടെയാണ് അവർ ഈ ഗണപതി വിഗ്രഹങ്ങളെ ഒരുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആശ്ചര്യം തോന്നും. അത്രയ്ക്ക് മനോഹരമാണ് കേട്ടോ. അത്രയ്ക്ക് രസകരമായി തന്നെയാണ് അവർ ഈ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചെന്നപ്പം ആ ഒരു കലാകാരൻ ഒരു ഗണപതി വിഗ്രഹം ഒരുക്കുന്നുണ്ടായിരുന്നു. അത് നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും ഗണേശോത്സവത്തിനോടനുബന്ധിച്ച് ഒരു പ്രാവശ്യമെങ്കിലും വന്ന് മുംബൈയിൽ ഗണേശോത്സവം കാണുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഞാൻ ഇവിടെ നിർത്തുന്നു.